ഓക്കെ, ഇപ്പൊ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് അടിപൊളിയായിട്ട് തീർന്നു അല്ലെ. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് ഇഫ് ക്ലോസ്, കണ്ടീഷണൽ ക്ലോസ് ആണ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കണ്ടീഷണൽ ക്ലോസ് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് എവിടെയാ കൂടുതൽ കാണാറുള്ളത്? കൂടുതലെന്നല്ല, ഇത് കാണാറുള്ളത് നമ്മളുടെ കോൺവേഴ്സേഷൻ ഭാഗത്താണ് അല്ലെ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കോൺവേഴ്സേഷന്റെ ഭാഗത്ത് 1 മാർക്കിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണിത് കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ്. പക്ഷെ ഇതിൽ നമുക്ക് വെറും 3 കണ്ടീഷൻസേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. ഇതിന്റെ ഫോർമാറ്റ് മാത്രം നോക്കിയാൽ മതി, സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യത്തേത് വരുന്നത് എന്താണ്? ഫസ്റ്റ് കണ്ടീഷണൽ ആണ്. ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇതാ ഇവിടെ മുകളിൽ കണ്ടോ നിങ്ങൾ, if പ്ലസ് സിമ്പിൾ പ്രസന്റ്. അതായത് നോക്കിക്കോ, if പ്ലസ് സിമ്പിൾ പ്രസന്റ്, if it rains tomorrow. കണ്ടീഷൻ എന്ന് പറയാൻ എന്താ? ഞാൻ നാളെ മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ we will go to the cinema. നമ്മൾ എന്ത് ചെയ്യുന്നു? സിനിമയ്ക്ക് പോകും. we will go to the cinema. നമ്മൾ എന്ത് ചെയ്യും? നാളെ സിനിമയ്ക്ക് പോകും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പോസിബിലിറ്റീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷനെ പറ്റിയിട്ട് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടീഷണൽ ക്ലോസ് എന്ന് വരിക അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ ഇതാണ്, if it rains tomorrow. if it rains, rains എന്താണ്? സിമ്പിൾ പ്രസന്റിലാണ് കിടക്കുന്നത് അല്ലെ. സിമ്പിൾ പ്രസന്റിലാണ് കിടക്കുന്നത് എന്ത്? if it rains tomorrow. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക? we will ആണ് വരിക. ഏതാ വരിക? we will go to cinema tomorrow. ഫസ്റ്റ് ടെൻസിലാണ് വരിക. അപ്പൊ നോക്കിക്കോ, if പ്ലസ് v1 ഫോം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? will പ്ലസ് v1 ഫോം തന്നെ ആയിരിക്കും വരിക. അതാണ് if it rains tomorrow we will go to the cinema. രണ്ടാമത്തെ കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക്, സെക്കൻഡ് കണ്ടീഷനിലേക്ക് നമ്മൾ വരുന്നു. എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ എന്ത് വരും? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്താണ്? if I won the lottery. എനിക്ക് ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ, if I won the lottery. വൺ എന്താണ്? v2 ഫോം ആണ് അല്ലെ. നേരെ ഇങ്ങോട്ട് എന്ത് വരും? വില്ലിന്റെ v2 ഫോം. അതായത് എന്താണ്? would പ്ലസ് v1. വില്ല് v2 ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ വേർബ് വീണ്ടും v2 ആക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് v2 ആക്കിയാൽ മതി. നമ്മൾ എന്താണ് v2 ആക്കാൻ പോകുന്നത്? വില്ലാണ് v2 ആക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെ വരിക? if പ്ലസ് v2 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? would പ്ലസ് v1. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ കണ്ടോ, if I won the lottery. വിന്നിന്റെ പാസ്റ്റ് ടെൻസ് ആണെന്ത്? വൺ അല്ലെ. if I won the lottery എന്ത് വരും? I would buy a big house. എന്താണ്? ഞാനൊരു വലിയ വീട് വാങ്ങുമായിരുന്നു. would buy. would വന്നതോട് കൂടിയിട്ട് പിന്നെ ബൈ എന്താക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പാസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് പാസ്റ്റ് ആക്കിയാൽ മതി. ഇതാണെന്ത്? രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തത്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കണ്ടീഷൻ ഓർത്തു വെച്ചോ. പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് if പ്ലസ് ഹാഡ് പ്ലസ് v3 വരുന്ന സാഹചര്യങ്ങളിൽ, if പ്ലസ് ഹാഡ് പ്ലസ് v3 വരുന്ന സാഹചര്യങ്ങളിൽ നേരെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഒന്നുമില്ല, സിമ്പിൾ ആണ്. would have been. ഏതാണ്? would have been. would have അല്ലെങ്കിൽ would have been പ്ലസ് നമ്മളുടെ v3. ഓക്കെ, ഇതാണ് if I had got a gold medal. എനിക്കൊരു ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നുവെങ്കിൽ, if I had got. ഹാഡ് വന്നു. ഹാഡ് വന്നാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതെന്താണ്? പ്രസന്റ്, പാസ്റ്റ് പെർഫെക്റ്റിലാണ് കിടക്കുന്നത്. if പ്ലസ് ഹാഡ് പ്ലസ് v3 വന്നാൽ നേരെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ would have been. would have been എന്നുള്ളത് ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. 3 കണ്ടീഷൻ. ഫസ്റ്റ് വൺ, if പ്ലസ് v1 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? will പ്ലസ് v1. രണ്ടാമത്തെ കണ്ടീഷൻ, if പ്ലസ് v2 വന്നു കഴിഞ്ഞാൽ would പ്ലസ് v1. if പ്ലസ് ഹാഡ് വന്നു കഴിഞ്ഞാലോ would have been പ്ലസ് v3. ഇത്രേ ഉള്ളൂ. ഈ 3 എക്സാമ്പിളും ഈ 3 ഫോർമുലയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കോൺവേഴ്സേഷന്റെ അവിടെ നേരെ നോക്കുക. ഈഫിന്റെ കൂടെ പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പുറത്തേക്ക് പ്രോപ്പർ ആയിട്ടുള്ളത് ഏതാണോ വില്ല്, വുഡ് ഹാവ് ബീൻ വെച്ചിട്ട് ബാക്കി നമ്മളുടെ ഒരു രീതിക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. റെഡി? ഓക്കെ, അടുത്തിറക്കല്ലേ. ഇനി
അടുത്തത് നമ്മൾ ഇഫ് ക്ലോസ് കഴിഞ്ഞു. ഇനി കോൺവെർസേഷനിൽ സ്ഥിരമായിട്ട് കാണുന്ന വീണ്ടും ഒരു മാർക്കിന്റെ ചോദ്യം വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് എന്തെങ്കിലും ചോദിച്ചിട്ട് വുഡ് യു മൈൻഡ് വരും അല്ലെ. ഇതാ വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, വുഡ് യു മൈൻഡിന് ശേഷം വെർബിന്റെ ING ഫോം ആണ് വരിക. വുഡ് യു മൈൻഡ് ഡൂയിങ് ദാറ്റ്, നിനക്കത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് ഗോയിങ് ദർ, നിനക്ക് അങ്ങോട്ട് പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അപ്പൊ വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം, വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നേരെ ചെയ്യാനുള്ള കാര്യം എന്താണ്, വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ കണ്ട എക്സാമ്പിള്, വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ ബേക്ക് എ കേക്ക്, നിനക്ക് എന്താണ് വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ ബേക്ക് എ കേക്ക്, നിനക്ക് എനിക്കൊരു കേക്ക് ഉണ്ടാക്കി തരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തായിരിക്കും, ഹെൽപ്പിംഗ്. ഹെൽപ്പിംഗ് വേർബിന്റെ ING ഫോം. അടുത്തത് എന്താണ്, വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ എ റൈഡ് ടു സ്കൂൾ, നിനക്ക് എന്നെ സ്കൂൾ വരെ ഒന്ന് കൊണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ. അപ്പൊ വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ ഗിവിംഗ്. ഗിവിംഗ് വേർബിന്റെ ING ഫോം. അപ്പൊ വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നേരെ ആലോചിക്കുക, വേർബിന്റെ ING ഫോം ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ സിറ്റുവേഷൻസിനനുസരിച്ച് എന്ത് ചെയ്യാം, ബാക്കി സെന്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത മൂന്നാമത്തത്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂന്നാമത്തത് നമ്മൾ ഹാഡ് ബെറ്റർ. ഇതേപോലെ തന്നെ കോൺവെർസേഷനിൽ ഒരു മാർക്കിന് നമുക്ക് ഉണ്ടാവുന്നതാണ് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം എന്ത്, ഉപദേശം. നമുക്ക് ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കുന്ന സമയത്ത്, ഒരു സജഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണിത് ഹാഡ് ബെറ്റർ. അതായത് ഇപ്പൊ ഞാൻ പറയണത്, നീ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചാൽ കുറച്ചും കൂടെ നന്നാകും, നിനക്ക് പനി ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു ഗുളിക കഴിച്ചാൽ കുറച്ചുകൂടെ നന്നാവും. അങ്ങനെ കുറച്ചുകൂടി നന്നാവും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണിത് ഹാഡ് ബെറ്റർ. ഈ ഹാഡ് ബെറ്ററും ഒരു മാർക്കിന് കോൺവെർസേഷനിലാണ് ഉണ്ടാവുക. ഒന്നും വേണ്ട, ഇതാ ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ വെർബിന്റെ ഒന്നാമത്തെ രൂപം V1 രൂപം കൊടുക്കുക, ബാക്കി സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, യു ഹാഡ് ബെറ്റർ ലേൺ ഇംഗ്ലീഷ്, നീ ഒന്നുകൂടെ നല്ലത് ഇംഗ്ലീഷ് പഠിക്കുന്നതാണ്. അടുത്തത് എന്താണ്, യു ഹാഡ് ബെറ്റർ ബി ഓൺ ടൈം, ഒന്നുകൂടെ കൃത്യസമയത്ത് വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നാവുമായിരുന്നു. അതാണെന്ത് ഹാഡ് ബെറ്റർ. ഇവിടെ അടുത്ത് നോക്ക്, വി ഹാഡ് ബെറ്റർ ഈറ്റ് സംതിങ് ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്. വി ഹാഡ് ബെറ്റർ ഈറ്റ്. ഇവിടെയോ, ഐ എം ഫീലിംഗ് ടയർഡ്, ഐ ഹാഡ് ബെറ്റർ ഗെറ്റ്. ഹാഡ് ബെറ്റർ എൻഡ്. ഒക്കെ എന്താണ്, വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ഇവിടെ ഒക്കെ എന്താണ് ഉപയോഗിക്കേണ്ടത്, നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക, ബാക്കി നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള എന്ത് കൊടുക്കുക, സെന്റൻസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ 3 കാര്യങ്ങൾ, ഇഫ് ക്ലോസ്, വുഡ് യു മൈൻഡ്, അതുപോലെ തന്നെ ഹാഡ് ബെറ്റർ. ഓക്കെ മക്കളെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. വീണ്ടും കോൺവെർസേഷനിലെ ഒരു മാർക്കിന്റെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ്. ഇപ്പൊ നമ്മൾ ഹാഡ് ബെറ്റർ പറഞ്ഞു, വുഡ് യു മൈറ്റ് പറഞ്ഞു, കണ്ടീഷണൽ ക്ലോസ് പറഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാ മനസ്സിലാവാന്നുള്ളത് ആദ്യം പറയാം. ക്വസ്റ്റ്യൻ ടാഗ് എന്താ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നമ്മളൊരു കൺഫർമേഷൻ ആണല്ലേ. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പറയാം, ഇപ്പൊ ഞാൻ പറയണേ, ഞാൻ എന്ത് ബിരിയാണി കഴിച്ചു, ഇല്ലേ, നമ്മളൊരു വീണ്ടും ഒരു കൺഫർമേഷന് ചോദിക്കാൻ ഇല്ലേ എന്ന് ചോദിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാ. കോൺവെർസേഷനിൽ ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലാക്കാൻ ഒരു പണിയില്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ആദ്യം ഒരു സെന്റൻസ് ഇങ്ങനെ കൊടുക്കും, അയ്യോ പെന്നില്ല, ആദ്യം ഒരു സെന്റൻസ് കൊടുക്കും, എന്നിട്ട് ഒരു കോമ ഉണ്ടാകും, വീണ്ടും ഒന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ചോദ്യചിഹ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അതെന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇതാ, ഐ ഈറ്റ് ബിരിയാണി. ഐ ഈറ്റ് ബിരിയാണി എന്നുള്ളൊരു സെന്റൻസ് കൊടുത്തിട്ട് ഒരു കോമ കൊടുത്തിട്ട്, ഒരു കോമ കൊടുത്തിട്ട് നേരെ ഒരു ഡാഷ് കൊടുത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, കോൺവെർസേഷൻ അതെന്താണ് ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ ടാഗ്. ഇനി ക്വസ്റ്റ്യൻ ടാഗ് എന്താന്നുള്ളത് ഒരു പണിയില്ല, നമുക്ക് എല്ലാവർക്കും ഏറ്റവും സിമ്പിൾ പോർഷൻ ആണെന്ത്, ക്വസ്റ്റ്യൻ ടാഗ് അല്ലെ. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള
സെന്റൻസിന് നമ്മൾ എന്ത് ടാഗ് കൊടുക്കണം? നെഗറ്റീവ് ടാഗ് കൊടുക്കണം. പോസിറ്റീവ് സെന്റൻസിന് നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് കൊടുക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസിനോ? നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസിന് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് കൊടുക്കണം. ടാഗ് എവിടെയാ കൊടുക്കുന്നത്? നമ്മളുടെ ആ സെന്റൻസിലുള്ള ഓക്സിലറി വേർബ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ അതിനെയാണ് എന്താക്കുക? നെഗറ്റീവും പോസിറ്റീവും ആക്കിയിട്ട് മാറ്റുക അല്ലെ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ജാക്ക് ഈസ് ഫ്രം സ്പെയിൻ. ജാക്ക് ഈസ് ഫ്രം സ്പെയിൻ. ജാക്ക് എവിടെ നിന്നാണ് വരുന്നത്? സ്പെയിനിൽ നിന്നാണ് വരുന്നത്. അപ്പോ ഇതിന്റെ നേരെ ടാഗ് കണ്ടോ? ഇതാ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി വേർബ് ഏതാന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഏതാണ് ഓക്സിലറി വേർബ് ഏതാണെന്നുള്ളത് കണ്ടെത്തണം. അപ്പൊ ഇതാ നോക്കിക്കോ, ഇതില് ജാക്ക് ഈസ് ഫ്രം സ്പെയിൻ എന്നതിൽ ഓക്സിലറി വേർബ് ഏതാ? ഓക്സിലറി വേർബ് ഏതാ? ഈസ്. ഏതാണ്? ഈസ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള നൗണ് അല്ലെങ്കിൽ പ്രനൗൺ, അതായത് സബ്ജക്റ്റ് എന്താന്നുള്ളതാണ്. ഇവിടെ സബ്ജക്റ്റ് ആരാ? ജാക്ക്. ജാക്ക് ആണ് സബ്ജക്റ്റ് അല്ലെ. ഇനി നേരെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുമ്പോൾ ഒന്നുമില്ല, ഓക്സിലറി വേർബും അതിന്റെ കൂടെ എന്തും കൊടുക്കുക? നമ്മളുടെ പ്രനൗണും കൊടുക്കുക. ഇവിടെ നമ്മളിതാ നോക്കിക്കോ ഇവിടെ ഈസ് എന്താണ്? പോസിറ്റീവ് ഓക്സിലറി ആണ് അല്ലെ. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നേരെ അതിനെ നെഗറ്റീവിലേക്ക് മാറ്റുക. നെഗറ്റീവിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോട്ട് അങ്ങ് കൊടുക്കുക. ഏതാണ്? ഇൻറ്റ്. നോട്ട് അങ്ങ് കൊടുക്കുക. ശ്രദ്ധിച്ചോ, ഇവിടെ ഈസ് ആണ്. ഈസിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഇസ്ന്റ്. ഇപ്പൊ ഇവിടെ വാസ് ആണെങ്കിലോ? വാസിന്റ്. വേറാണെങ്കിലോ? വെറിന്റ്. അങ്ങനെ വരും. അപ്പോ ഇവിടെ ശ്രദ്ധിച്ചോ, ജാക്ക് ഈസ് ഫ്രം സ്പെയിൻ. ഇതിലുള്ള ഓക്സിലറി വേർബ് ഏതാ? ഈസ് അല്ലെ. അതിനെ നമ്മൾ നേരെ അപ്പുറത്തേക്ക് മാറ്റുമ്പോ പോസിറ്റീവിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെന്താക്കി മാറ്റണം? നെഗറ്റീവ് ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ ഈസിന്റ്. പിന്നെന്താണ്? ജാക്ക് ആണാണല്ലോ. ആണായതുകൊണ്ട് നമുക്ക് ഷീ എന്ന് കൊടുക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് എന്തും കൊടുക്കാം? ജാക്ക് എന്നുള്ള അയാളുടെ പേര് കൊടുത്താലും കറക്റ്റ് ആണ്. ഓക്കെ, രണ്ടും കൊടുക്കാം. ഈസിന്റ് ഷീ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഈസിന്റ് ജാക്ക് എന്ന് കൊടുത്താലും കറക്റ്റ് ആണ്. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ശരിക്ക് നോക്കണം. അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ. മേരി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. മേരി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഇതിൽ ഏതാണ് നമ്മളുടെ ഓക്സിലറി വേർബ്? ഓക്സിലറി വേർബ് ഏതാ? ക്യാൻ അല്ലേ. ക്യാൻ ആണ് ഓക്സിലറി വേർബ്. ക്യാൻ ഇവിടെ നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ കിടക്കുന്നത്? ഏതാണ്? നോട്ടിന്റെ കൂടെ. നോട്ട് ഇല്ലാത്ത പക്ഷം അതെന്താണ്? പോസിറ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ മാറ്റുമ്പോൾ അത് എന്താക്കി മാറ്റണം? നെഗറ്റീവ് ആക്കിയിട്ട് മാറ്റണം അല്ലെ. അതുകൊണ്ട് ഇവിടെ കണ്ടോ, മാറ്റുമ്പോ കാണ്ട്, കനോട്ട്, കാണ്ട്. മേരി പെണ്ണല്ലേ, അതുകൊണ്ട് ഷീ എന്ന് വന്നു. ഇനിയിപ്പോ ഷീ എന്നുള്ളതിന് പകരം മേരി എന്ന് കൊടുത്തു കഴിഞ്ഞാലും എന്തെന്നെയാണ്? കറക്റ്റ് ആണ്. അപ്പൊ മേരി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, കാൺ ഷീ. ഇനിയിപ്പോ നേരെ അതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കിക്കോട്ടോ. പോസിറ്റീവ് സൈഡ് നോക്കിക്കോ. നെഗറ്റീവ് സെന്റൻസ് വരാന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത എക്സാമ്പിൾ കൊടുത്താണ്ടോ. ദേ ആർ ഇൻറ്റ് ഫണ്ണി. ദേ ആർ ഇൻറ്റ് ഫണ്ണി. ആറിൻറ്റ് ഇവിടെ എന്താ? നെഗറ്റീവ് ആണ് അല്ലെ. നോട്ട് കൂടെ വന്നു, സോ അതെന്താണ്? നെഗറ്റീവ് ആണ്. സോ നമ്മൾ നേരെ അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ അതെന്താക്കി മാറ്റണം? പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ആറിൻറ്റിന്റെ പോസിറ്റീവ് എന്താ? ഈ നോട്ടങ്ങ് കളഞ്ഞത് അതെന്താ? ആർ. അപ്പൊ ഇവിടെ വന്നു എന്ത്? ആർ ദേ. അടുത്ത സെന്റൻസ് നോക്കിക്കേ. ഷീ ഷുഡന്റ് സേ തിങ്സ് ലൈക്ക് ദാറ്റ്. ഷുഡന്റ് എന്താണ്? നെഗറ്റീവ് അല്ലേ. അതിനെ നേരെ പോസിറ്റീവ് ആക്കുമ്പോ ഷുഡ് ഹി. സിമ്പിൾ. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ്. പിന്നെ അതിൽ വരുന്ന കുറച്ച് എക്സെപ്ഷണൽ കേസുകൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതിലൊക്കെ നമുക്ക് എന്തുണ്ട്? പ്രോപ്പർ ആയിട്ടുള്ള, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഇതിലൊക്കെ നമുക്ക് എന്തുണ്ട്? പ്രോപ്പർ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓക്സിലറി വേർബുകളെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സെന്റൻസിൽ നിന്ന് നല്ല കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു സെന്റൻസ് നോക്കിക്കേ. യു പ്ലേ ഗിറ്റാർ. ഇതിലെവിടെയാ ഓക്സിലറി വേർബ്? യു പ്ലേ ഗിറ്റാർ. യു എന്നുള്ളത് സബ്ജക്റ്റ്, പ്ലേ വേർബ്, ഗിറ്റാർ ഒബ്ജക്റ്റ്. ഇതിൽ സെപ്പറേറ്റ് ഓക്സിലറി വേർബ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഉണ്ട്. എവിടെയാണെന്നറിയോ? ഈ വേർബിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് നമ്മളുടെ സ്വന്തം ഓക്സിലറി വേർബ്. മനസ്സിലായില്ലല്ലോ? ശ്രദ്ധിച്ചോ. പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഡു പ്ലസ് പ്ലേ ആണ്.
ഡു പ്ലസ് പ്ലേ ആണ്. ഇനി ഇതാ പ്ലേസ് എന്നാണെങ്കിലോ, പ്ലേസ് എന്നാണെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്ന ഓക്സിലറി വെർബ് ഏതാ? ഡസ് ആണ്. ഡസ് പ്ലസ് പ്ലേ ആണ് എന്ത്? പ്ലേസ്. ഇനിയിപ്പോ മറിച്ച് പ്ലേഡ് എന്നാണെങ്കിലോ ഡിഡ് ആണ് അതിൽ ഒളിച്ചു കിടക്കുന്നത്. കണ്ടോ? ഡിഡ് പ്ലസ് പ്ലേ. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധിച്ചോ. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതാ, ഈ സെന്റൻസ് കണ്ടോ? യു പ്ലേ ദ ഗിറ്റാർ. പ്ലേ ആണ് അല്ലെ? പ്ലേ ആണ്. അപ്പൊ പ്ലേ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഏതാ വരുന്നത്? എസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഡു. അപ്പൊ നമ്മൾ ആ ഡൂനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. പിന്നെ പോസിറ്റീവ് അല്ലേ കിടക്കുന്നത്? ആ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കിയിട്ട് എന്ത് ചെയ്യാ? ഡോണ്ട്, നമ്മളെ ഫസ്റ്റ് ഉള്ള യു, ഡോണ്ട് യു. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ. അടുത്ത എക്സാമ്പിൾ എന്താ? അലീസൺ ലൈക്സ് ടെന്നീസ്. ഇവിടെ എന്താണ്? ലൈക്സ് ആണ് അല്ലെ? ലൈക്സ് ആണ് വന്നിട്ടുള്ളത്. ലൈക്സ് എന്ന് പറയുമ്പോ സ് വന്നു അല്ലെ? അപ്പൊ എന്തുണ്ടാകും? ഡസ് ഉണ്ടാവും അതിൻ്റെ ഉള്ളില്. സ് വന്നു കഴിഞ്ഞാൽ ഡസ് ഉണ്ടാവും അതിൻ്റെ ഉള്ളില്. ആ ഡസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം. അപ്പൊ എന്ത് വരും? ഡസിന്റ് ഷീ അല്ലെങ്കിൽ ഡസിന്റ് എലീസൺ. ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. അതായത് ഓക്സിലറി വെർബ് പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വെർബിനെ നമ്മൾ തന്ന വെർബിനെ നമ്മൾ പൊട്ടിക്കണം. ഡു, ഡസ്, ഡിഡ് എന്നുള്ള രീതിയിൽ പൊട്ടിച്ചെടുക്കണം. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതാ, കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ആറിൻറ്റ് എ ടീച്ചർ. ഇവിടെ എന്ത് വന്നു? ആർ യു. ഈസിന്റെ ഇവിടെ എന്ത് വന്നു? ഈസ് ഹി. വാസിന്റെ ഇവിടെ വാസ് വന്നു. വേറിന്റെ ഇവിടെ വേർ വന്നു. ഡോണ്ട് ഡു, ഡിഡിന്റ് ഡിഡ്. അങ്ങനെ ഇൻറ്റ് വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക? നേരെ പോസിറ്റീവ് ആക്കുക. പോസിറ്റീവ് വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക? ഇൻറ്റ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ആക്കുക. ഓക്കെ. ഇനി നമുക്ക് കുറച്ചും കൂടെ എക്സെപ്ഷണൽ കേസുകൾ പറയാനുണ്ട്. ഇനി പറയാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാ, ആം വരുന്ന സാഹചര്യം. ശ്രദ്ധിച്ചോ. ഐ ആം അട്രാക്റ്റീവ്. ആം വരുന്ന സാഹചര്യത്തില് ആമിന്റെ നെഗറ്റീവ് ഫോം എന്തല്ല? ആം നോട്ട് അല്ല, ആമിന്റ് അല്ല. അത് തെറ്റാണ്. ആമിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് ആറിന്റ് ആണ്. അപ്പൊ ഐ ആം അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയിട്ട് മാറ്റി ആമിന്റ് ആയി എന്ന് ചോദിക്കരുത്. അത് തെറ്റാണ്. ആം വന്നു കഴിഞ്ഞാൽ എന്താണ് വരിക? ആറിന്റ് ആയി. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആക്കാന്ന് പറഞ്ഞിട്ട് വേഗം നേരെ പോയിട്ട് ഓടിപ്പോയിട്ട് നെഗറ്റീവ് ആക്കും. ആം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ആറിന്റ് ആയി എന്നാണ് വരിക. ഇനിയിപ്പോ വേറെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തോ. ഇപ്പൊ ഞാൻ ഇവിടെ ഐ ആം നോട്ട് അട്രാക്റ്റീവ് ആണ് കൊടുത്തെന്ന് വിചാരിച്ചോ. നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് വിചാരിച്ചോ. ഐ ആം നോട്ട് അട്രാക്റ്റീവ് എന്നാണെങ്കിലോ ആറായി എന്നാണോ ചോദിക്കുക? അല്ല. അവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ആമായി തന്നെയാണ് ചേർക്കേണ്ടത്. നെഗറ്റീവ് ആക്കുമ്പോ നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് ആക്കുമ്പോ നമ്മള് നെഗറ്റീവ് ആക്കുമ്പോ നമ്മള് എന്ത് കൊടുക്കണം? ആറ് കൊടുത്താൽ മതി. നെഗറ്റീവ് ആക്കുന്ന സമയത്ത് ആറിൻ്റായി തന്നെ ആയിരിക്കും വരിക. പോസിറ്റീവ് ആക്കുന്ന സമയത്ത് ശരിക്ക് ആമായി തന്നെ ആയിരിക്കും വരിക. അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. പിന്നെ നമ്മളുടെ ഇംപെറേറ്റീവ് സെന്റൻസ് വരുന്ന സമയത്ത്, ഓക്കെ, ഇംപെറേറ്റീവ് സെന്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇംപെറേറ്റീവ് സെന്റൻസ് എന്താ? കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെ? ഇതാ ഇപ്പൊ ഇവിടെ കണ്ടോ, സ്റ്റോപ്പ് ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ഡോണ്ട് സ്റ്റോപ്പ് സിംഗിങ്. ഇംപെറേറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഏതാണ്? വില്ലാണ്. വില്ലാണ് കേട്ടോ. ഇംപെറേറ്റീവ് വരുമ്പോ വില്ല് കൊടുക്കുക. ഇപ്പൊ സ്റ്റോപ്പ് ഡേ ഡ്രീമിങ് ഏതാണ്? പോസിറ്റീവ് ആണ് അല്ലെ? അപ്പൊ എന്ത് കൊടുക്കണം? നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കി കൊടുക്കണം. വോണ്ട് യു. ഇനിയോ ഡോണ്ട് സ്റ്റോപ്പ് സിംഗിങ്. ഡോണ്ട് ആണ് അല്ലെ? വേണ്ട എന്ന് പറയുന്നതാണ്. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? പോസിറ്റീവ് ആക്കി കൊടുക്കണം. വിൽ യു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡോണ്ട് വന്നല്ലോ ടീച്ചറെ, ഡു ആണല്ലോ ഇത് ഓക്സിലറി വേർബ് ആണല്ലോ. അല്ല, ഇവിടെ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബ് ആണ്. ചെയ്യുക എന്നുള്ള നമ്മൾ ഡു ദാറ്റ്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡു മാത്രമാണ് ഇത് ഓക്സിലറി. സെന്റൻസിന്റെ ഫസ്റ്റ് വരുന്ന ഡു എന്തായിരിക്കും? നമ്മളുടെ മെയിൻ വേർബ് ആയിരിക്കും. ഓക്കെ. അങ്ങനെ ഇംപെറേറ്റീവ് സെന്റൻസുകൾ വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഓക്സിലറി ഏതാണ്? വില്ലാണ്. അത് ആലോചിച്ച് വെക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട വേറെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ലെറ്റസ് വരികയാണെന്നുണ്ടെങ്കിൽ ലെറ്റസ് പ്ലേ ഫുട്ബോൾ, ലെറ്റസ് ഗോ ദെയർ, ലെറ്റ്സ് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഓക്സിലറി എന്ന് ടാഗ് എന്ന് പറയുന്നത്
ഷാൾ വി എന്നാണ്. അത് എന്ത് വന്നു കഴിഞ്ഞാലും ലെറ്റ്സ് കണ്ടോ, ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഷാൾ വി. അതിൽ യാതൊരു നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലെറ്റ്സ് നോട്ട് ഗോ ദെയർ, ലെറ്റ്സ് നോട്ട് വരാണെങ്കിൽ എന്ത് വരും, ഷാൾ വി എന്ന് വരും. അങ്ങനെ ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഷാൾ വി കൊടുക്കുക. എന്ത് ടാഗ് ആയിട്ട് ഷാൾ വി കൊടുക്കുക. ഇത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോ ഓക്സിലറി ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെന്റൻസിലുള്ള ഓക്സിലറി വേർബ് ഏതാന്ന് മനസ്സിലാക്കുക. ഓക്സിലറി വേർബ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടാഗ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കുക. അതിലാകെ ഒരു വ്യത്യാസം പറഞ്ഞത് നമ്മൾ ഏതിലായിരുന്നു, ആം വരുന്ന സമയത്ത് നെഗറ്റീവ് ആക്കുമ്പോൾ എന്ത് കൊടുക്കണം, ആറിൻറ്റ് കൊടുക്കണം. പോസിറ്റീവ് ആക്കാന്നുണ്ടെങ്കിൽ ആം തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും. ലെറ്റസ് വരുന്ന സമയത്ത് നമ്മൾ ഷാൾ വി എന്ന് കൊടുക്കുക. ഇമ്പറേറ്റീവ് സെന്റൻസ് വരുന്ന സമയത്ത് നമ്മൾ വില്ലാണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 3 കോൺവെർസേഷൻ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ എക്സാം പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 3 കോൺവെർസേഷൻ ക്വസ്റ്റ്യൻസും അതിൽ എവിടേക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് വന്നിട്ടുള്ളത്, ഞാൻ ഈ പറഞ്ഞ ഹാഡ് ബെറ്റർ വന്നിട്ടുള്ളത്, വുഡ് യു മൈൻഡ് വന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കി, കണ്ടീഷണൽ ക്ലോസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഡീപ്പായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് 3 മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ട്രൈ ചെയ്യാണ്. അതും കൂടി കണ്ടാൽ നമുക്ക് ശരിക്കും സാധനം കത്തും. അപ്പൊ ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ബബ്ലു ആൻഡ് ഹിസ് വൈഫ് ഗൗരി. ബബ്ലുവും ഗൗരിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം ബബ്ലു ചോദിക്കുന്നുണ്ട് എന്ത്, ഗൗരി ഗസ് വാട്ട്, ഐ ഹാവ് ഗോട്ട് സംതിങ് സ്പെഷ്യൽ ഫോർ യു ടുഡേ. ഇന്ന് ഞാൻ നിനക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അവിടെ ഒരു ചോദ്യത്തിനുള്ള ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരമായിട്ട് പറയുന്നതാണ് ഇറ്റ് ഇസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. ഇതെന്താണ്, ഒരു പാക്ക് സാനിറ്ററി നാപ്കിൻസ് ആണ്. ഇതൊരു പാക്ക് സാനിറ്ററി നാപ്കിൻസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചോദിക്കണം, അതെന്താന്ന് ചോദിക്കണ്ടേ. അപ്പൊ നമ്മൾ എഴുതുന്നു എന്ത്, വാട്ടേഴ്സ് ഇറ്റ്, വാട്ടേഴ്സ് ഇറ്റ് അല്ലെ. ഇനി അടുത്തത് നോക്കിക്കേ, അതാ നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗ് വന്നിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് ദേ ആർ വെരി എക്സ്പെൻസീവ്. അവരെന്താണ്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതായി ഇവിടെ ദേ ആർ, നമ്മൾ നേരത്തെ കണ്ടു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരാ, ഒരു കോമ ഉണ്ട്, നേരെ ഡാഷ് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലെ. അവിടെ മനസ്സിലാക്കണം അതെന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട, പുതിയ ചോദ്യം ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, നേരെ എന്ത് ചെയ്താൽ മതി, ടാഗ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഏതാ ഓക്സിലറി വേർബ്, അല്ലെ, ആറാണ് ഇവിടെ ഓക്സിലറി വേർബ്. ഇവിടെ എന്താണ്, ദേ ആർ വെരി എക്സ്പെൻസീവ്. അതെന്താണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലെ. അപ്പൊ ആറ് നെഗറ്റീവാ പോസിറ്റീവാ, പോസിറ്റീവ് അല്ലെ. അപ്പൊ അതിന് നേരെ നമ്മൾ എങ്ങോട്ട് മാറ്റണം, നെഗറ്റീവിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് വരും, ആറിൻറ്റ് ഡേ. ഓക്കെ, ഇതാ അടുത്ത് നമ്മളെ ഹാഡ് ബെറ്റർ ഇടാ വന്നിട്ടുണ്ട്. യെസ്, 40 rupees a pack. You had better. താഴെ എന്താ കൊടുത്തിട്ടുള്ളത്, ഐ നോ ദേ ആർ ഹെൽത്തിയർ ദാൻ റാഗ്സ്. അത് റാഗ്സിനേക്കാൾ ഹെൽത്തിയർ ആണെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം, അതിനനുസരിച്ചുള്ള ഒരു ഉപദേശം കൊടുക്കണം. എന്ത് വരണം, യു ഹാഡ് ബെറ്റർ യൂസ് ദം as they are healthier than rags. ഇവിടെ ഒന്ന് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ, എന്ത്, ഹാഡ് ബെറ്റർ കഴിഞ്ഞ ഫസ്റ്റ് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് അടുത്ത നമ്മളുടെ സാധനം വന്നു, ഏതാണ്, ഇഫ് ക്ലോസ് അല്ലെ. ഇഫ് ക്ലോസ് ആണ് വന്നിട്ടുള്ളത് അല്ലെ. എന്താണ്, ഐ നോ ദേ ആർ ഹെൽത്തിയർ ദാൻ റാഗ്സ് ബട്ട് ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട്. ഇഫ് ക്ലോസ് ആണ് വന്നത് അല്ലെ. ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈങ് ദീസ് എവ്രി മന്ത് ഡാഷ് വന്നു അല്ലെ. പക്ഷെ അതിനുള്ള മറുപടി എന്താ കൊടുത്തത്, ദാറ്റ്സ് ട്രൂ, വി മേ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. അപ്പൊ അവിടെ എന്താണ്, നമ്മളുടെ കയ്യിൽ പൈസ ഇല്ല, ഹൗസ് ഹോൾഡ് ഗുഡ് വാങ്ങാനുള്ള പൈസ ഇല്ല എന്ന് പറയണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. അപ്പൊ എന്താണ്, ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ആണ് അല്ലെ. അപ്പൊ എന്താണ്, V1 ആണ്. ഇപ്പൊ V1 വരുമ്പോ നമ്മൾ എന്ത് കൊടുക്കണം, വില്ല് കൊടുക്കണം അല്ലെ. ബട്ട് ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈങ് ദിസ് എവ്രി മന്ത് വി വിൽ നോട്ട് ഹാവ് മണി ടു
ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. അടുത്തത് മൂന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ് വുഡ് യു മൈൻഡ്. എന്താണ് വുഡ് യു മൈൻഡ്? ഇവിടെ കൊടുത്തു വുഡ് യു മൈൻഡ്. ഉത്തരം എന്താണ് വരുന്നത്? നോ, ദാറ്റ്സ് ഇമ്പോസിബിൾ. ഐ കനോട്ട് സപ്പോർട്ട് യു ഇൻ മേക്കിംഗ് സാനിറ്ററി നാപ്കിൻസ് അറ്റ് ഹോം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിന്നെ സാനിറ്ററി നാപ്കിൻസ് വീട്ടിലുണ്ടാക്കുന്നതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായിട്ട് ചോദിച്ചിട്ടുണ്ടാവും, എന്തായിരിക്കും, നിനക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നല്ലേ ചോദിക്കുക. അപ്പൊ എന്താ വരിക? വുഡ് യു മൈൻഡ് സപ്പോർട്ട്. സപ്പോർട്ട് എന്ത് ചെയ്യും? വെർബിന്റെ ing form. Supporting. Would you mind supporting me in making sanitary napkins at home? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതാ വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. അടുത്ത എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാകും. അടുത്ത എക്സാമ്പിൾ ഇതാണ്. അപ്പൊ ഇതാ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ. അതേപോലത്തെ ഒരു കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. മിസ്റ്റർ ഹൗസ്കം, യു ആർ പിക്കിംഗ് അപ്പ് എ പോക്കറ്റ് ബുക്ക് ഫ്രം ദി മാർക്കറ്റ് റോഡ് ദിസ് മോർണിംഗ്. ദാ ഫസ്റ്റ് ഏതാണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ. കോമ വന്നു, ഡാഷ് വന്നു, ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അപ്പൊ നമ്മൾ നോക്കേണ്ട എന്താണ്? ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി വേർബ് ഏതാണ് അല്ലെ. ഇതിലേതാ ഓക്സിലറി വേർബ്? ഇതാ കണ്ടോ, വേർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലെ. അപ്പൊ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എന്താക്കി എഴുതണം? നെഗറ്റീവ് ആക്കി എഴുതണം അല്ലെ. അപ്പൊ വേർ എന്തായിട്ട് മാറും? weren't you. അപ്പൊ അടുത്ത ഉത്തരം എന്താണ്? നോ യുവർ ഓണർ. അതിന് ഒരു ഉത്തരമായിട്ട് വന്നിട്ടുള്ളതാണ് ഐ പിക്ഡ് അപ്പ് ഓൺലി എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ്. ഞാനൊരു ചെറിയ സ്ട്രിങ്ങിന്റെ പീസേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഉത്തരം പറഞ്ഞെന്നുണ്ടെങ്കിൽ ചോദ്യം നയിക്കണം ചോദിച്ചിട്ടുണ്ടാവുക, നീ എന്താണ് എടുത്തത് എന്നല്ലേ. അപ്പോ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? What you picked up. ലാസ്റ്റ് വന്നു would you mind. I need to clear my name. would you mind എന്താണ്? searching my belongings. That's why I will ask my officials to search you. ഞാൻ എന്റെ ഒഫീഷ്യൽസിനോട് പറയാം നിന്നെ സെർച്ച് ചെയ്യാൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് പറയണം? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ സെർച്ച് ചെയ്തോളൂ എന്ന് പറയണം അല്ലെ. അപ്പൊ would you mind searching my belongings അല്ലേ. അടുത്ത കണ്ടോ, I still have my doubts as Valentine is a man of credence. I would rather you return my thing. അല്ലെങ്കിൽ ഇവിടെ ഏതാ സാധനം? എന്താ? പോക്കറ്റ് ബുക്ക് അല്ലേ. my pocket book. return to my pocket book. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ട് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആൻസേഴ്സ് ABCD എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നരേറ്ററും മാഡവും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. ഈ പറഞ്ഞ കണക്കിന് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ കോമെന്റിൽ എന്ത് ചെയ്യുക? അറിയിക്കാം. അതിന്റെ ഇടയ്ക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണിത്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ഫ്രേസൽ വേർബ്സിലെ. അപ്പൊ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട കുറച്ച് ഫ്രേസൽ വേർബ്സിന്റെ തുടക്കം, അതായത് സെറ്റ്, ലുക്ക്, മേക്ക്, ഗെറ്റ്, പുട്ട്, ഗീവ്, ടേക്ക്, കോൾ. ഇത്രയും സാധനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഫ്രേസൽ വേർബുകൾ നിങ്ങൾ പഠിച്ചിട്ട് അതിന്റെ മീനിങ്ങും പഠിച്ചിട്ട് പോവാ. മോസ്റ്റ് പ്രോബബ്ലി ഇത്രയും സംഭവങ്ങളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക? ഫ്രേസൽ വേർബുകൾ ചോദിക്കുക. സെറ്റ്, ലുക്ക്, മേക്ക്, ഗെറ്റ്, പുട്ട്, ഗീവ്, ടേക്ക്, കോൾ. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഫ്രേസൽ വേർബുകൾ നിങ്ങൾ ഏത് മിസ് ചെയ്താലും ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? മിസ് ചെയ്യരുത്. അത് പഠിച്ചിട്ട് പോവാ. പിന്നെ വരുന്നതാണ് എന്ത്? എഡിറ്റിംഗ് വരുന്നുണ്ട്. എഡിറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പണിയില്ല. അതായത് ഫസ്റ്റ് സെന്റൻസ് വായിക്കാം. ഫസ്റ്റ് സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണെന്നുണ്ടെങ്കിൽ ബാക്കി ആ എഡിറ്റിംഗിന്റെ മൊത്തം എന്തിലായിരിക്കും വരിക? പാസ്റ്റ് ടെൻസിലായിരിക്കും വരിക. അപ്പൊ ഏതെങ്കിലും പ്രസന്റ് ടെൻസിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ വരുന്ന തെറ്റെന്താണ്? പാസ്റ്റിലേക്ക് മാറ്റണം. ഇനി ഫസ്റ്റ് സെന്റൻസ് പ്രസന്റിലാണെന്നുണ്ടെങ്കിലോ ബാക്കി
ബാക്കി എല്ലാതും എന്തിലായിരിക്കും, പ്രസന്റിലായിരിക്കും ഉണ്ടാവുക. പിന്നെ എഡിറ്റിംഗിൽ എന്താ പ്രശ്നം വരിക, നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഓരോ സ്പെല്ലിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പാർട്ട് ദാറ്റ് എഡിറ്റിംഗും നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്ക് നല്ല ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ട് വായിച്ചിട്ട് പോകണം. നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷ് അല്ലേ, പാടറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട് പോവരുത്. ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് നല്ല ക്ലിയർ ആയിട്ട് വായിക്കുക. കാരണം എഡിറ്റിങ്ങിനും പ്രിപ്പോസിഷൻ ചേർക്കുന്നതിനും എല്ലാത്തിനും ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാരഗ്രാഫ് ആയിരിക്കും വരിക. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫ് വായിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചേർക്കാൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇങ്ങനെ ഫിൽ ചെയ്യാൻ ഒരു പണി ഉണ്ടാവില്ല. മറിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്ത ഒരാൾക്കോ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. സോ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് പോവുക. അത് വെച്ചിട്ട് തന്നെ നമുക്ക് എഡിറ്റിങ്ങും പ്രിപ്പോസിഷൻ ചേർക്കലൊക്കെ സുഖമായിട്ട് കിട്ടും. അപ്പോ റെഡി, ബൈ.